അവിടെ നിന്നിട്ടൊക്കെ പഞ്ചാതികയും ഒച്ചപ്പാടും ആക്കിയാൽ കബറിൽ കടക്കുമ്പോ സുഖം ഉണ്ടാവില്ല. ഉമ്മമാരെ കബറിൽ കടക്കാൻ കഴിയില്ല, ബുദ്ധിമുട്ടാകും. പള്ളിന്റെ പരിസരം മലക്കുകളും സാലിഹീങ്ങളും ഇറങ്ങുന്ന ഇടമാണ്. മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന് പറഞ്ഞ സ്വർഗത്തിന്റെ പൂന്തോപ്പാണ്. പഴയകാല ആലിമീങ്ങളും ആരിഫീങ്ങളും സൂഫിയാക്കളും പള്ളിയുടെ കമ്പൗണ്ടിന്റെ ഉള്ളോട്ട് വന്നാൽ തല അടിയിലേക്കിട്ട് ഖബറാളികൾക്ക് സലാം പറഞ്ഞ് കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒലിപ്പിച്ചുകൊണ്ട് വരികയും തിരിച്ചു ജുമുഅ കഴിഞ്ഞു പോകുമ്പോ കരഞ്ഞുകൊണ്ട് സലാം പറഞ്ഞു പോവുകയും ചെയ്തവർ സുഖമായി ഖബറിൽ കടന്നു. അവർ സുഖമായി കടന്ന് വസിയത്തുകൾ ചൊല്ലി ഷഹാദത്ത് ചൊല്ലി മരിച്ചു. ഇന്നോ പെട്ടെന്നുള്ള മരണങ്ങൾ, അപകടങ്ങൾ, ബുദ്ധിമുട്ടുകൾ. പള്ളിയുടെ പരിസരത്ത് മലക്കുകളുണ്ട്, സ്വാലിഹീങ്ങളുണ്ട്, ജിമ്മക്കളുണ്ട്. അവരൊക്കെ ശപിക്കും. ചിലപ്പോ ഒച്ചപ്പാടും ബഹളം. ആണും ആകാൻ പാടില്ല, പെണ്ണുങ്ങളും ആകാൻ പാടില്ല, കമ്മിറ്റി മെമ്പറാണെങ്കിലും പാടില്ല, ആരാണെങ്കിലും പോലും പള്ളി പരിസരത്തിൽ ബഹളങ്ങളും പള്ളികളിൽ ശബ്ദകോലാഹലം. മഹാന്മാര് പറയുന്നു പള്ളിയുടെ ഉള്ളിൽ എന്ന് മാത്രമല്ല പരിസര പ്രദേശങ്ങളിൽ പോലും ശബ്ദമുയർത്താതെ സൂക്ഷിക്കണേ. അള്ളാഹു നമുക്ക് ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഉമ്മമാരെ നല്ലോണം ശ്രദ്ധിക്കുക. ആരും ഇടക്ക് വെച്ച് സംസാരം വയല് കഴിഞ്ഞു തരാം, അരമണിക്കൂർ ഇരുന്നോളി എന്നെങ്കിൽ തീരുവോ പെണ്ണുങ്ങളെ പഞ്ചായതിക? ഇല്ല. 4 ദിവസം പഞ്ചായതിക ആക്കിയെങ്കിൽ 5ാമത്തെ നാളിൽ ഞാൻ ബാക്കി പിന്നെ ഫോണാക്കുന്നതിന് കൊണ്ടുപോകുന്നു അല്ലേ. ഓർക്ക് തീരൽ നിന്നിട്ടൊന്നില്ല അല്ലേ. അതുകൊണ്ടല്ലേ ഈ സീരിയലല്ല, ഇപ്പൊ സീരിയൽ കുറെ കുറഞ്ഞു. അല്ലാഹു തആല നമ്മുടെ സലാമത്താക്കട്ടെ. പിന്നെ ആണുങ്ങളും ശ്രദ്ധിക്കണം. ഈ ആണുങ്ങൾക്കും പോലെ കുറവുണ്ട്. ഈ പെണ്ണുങ്ങന്മാർ പറയുന്നതിനെ കേൾക്കുന്നില്ല. ഭർത്താവായവൻ എന്താക്കണം, ഒരല്പനേരം എത്ര ബിസി ഉണ്ടെങ്കിലും ഭാര്യ പറയുന്നത് കേൾക്കണം. ഓറ് വലിയ മറ്റേ യുദ്ധത്തിൻ്റെതാ, മിസൈലിൻ്റെതാ, ഇറാഖിൻ്റെതാ, ഫലസ്തീന്റെ സ്റ്റോറി എന്തല്ല, ചെറിയ വിഷയം. എന്നിട്ട് ഇതുണ്ടല്ലേ, മുഞ്ഞാന്നുണ്ടല്ലേ, ഇതെല്ലാം കേട്ടിട്ട് ചെല്ലിട്ട് ലാസ്റ്റ് നോക്കുമ്പോ എന്തില്ല, മംഗളത്തിന്റെ അവിടെ കരണ്ട് പോയ ബിസി. ഈനെയാണ് അരമണിക്കൂർ ഇതിടക്ക് ഒരാൾ പറഞ്ഞു എന്റെ ആർട്ട് ഫൈലാവട്ടി അതാവട്ടി ഇതാവട്ടി ഇവന്റെ തലക്ക് പല്ലി വീണ വേറെന്തോ ആയിട്ട് ആർട്ട് ഫൈലാന്ന പോലത്തെ ടാങ്കർ വന്നിട്ട് കുത്തിയത് അതിന്റെ അല്ല. പിന്നെ അടിക്കുമ്പോ തലക്ക് പള്ളി ചില ചെന്ന് പല്ലി തുള്ളിയും മരിച്ചിട്ടേ പോന്നല്ല. അങ്ങനെങ്കിലും ഇപ്പൊ ആരെങ്കിലും ബാക്കി ഇരിക്കട്ടെ അല്ലേ. അപ്പൊ പെണ്ണുങ്ങൾക്ക് കുറെ കഥയുണ്ടാന്ന് പറയാൻ. ഈ നാണായവന് കുറച്ചു നേരം ഉണ്ടാതെ എന്താക്കുന്ന കെട്ടിയിട്ടായി ഇനിയിപ്പോ എന്താക്കാനാന്നില്ല. എല്ലാരും തലവിധി എന്ന് പറയാം അല്ലേ. ഇടക്കൊരു ഉസ്താദ് പറഞ്ഞാല മംഗലം കഴിച്ചാല് ജയിച്ചിനെ നെൽറ്റ് 100 ഒരുത്തനെ പറക്കാനില്ല. അപ്പൊ ചെല്ലിയ ഉസ്താദിന്റെ ഫാമിലിയോട് പോയിട്ട് കേട്ട് നോക്കുമ്പോ ആള് ചൊല്ലിയാല ഉസ്താദിനെ ഗീറ്റിട്ടിട്ട് അവിടെ നിൽപ്പിക്കുന്ന അതിന്റെ ഉള്ളിൽ അത്ര ഉസാറായി മാറി. നാട്ടിലേക്കാ വലിയ കാര്യപ്പെട്ട ഉസ്താദ്, പേര് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലത്തെ ഉസ്താദ്. എന്താക്കുന്നത് എന്തായിട്ട് എന്ത് ഗുണമില്ല. അയ്മാന്റെ അടുത്തേക്ക് എത്തുമ്പോ അല്ലെ ഭർത്താവിന്റെ എത്ര വലിയ ആചാര ഉസ്താദ തങ്ങയ. പണ്ടൊരു മഹാന് ഓളെ ഉപദ്രവം കഴിയാതെ എന്താക്കിയറിയോ, ഇരുന്നെടുത്ത് ഒരു തടി ഇരുന്ന് വേറൊരു തടി കാറ്റിലെ പോയിട്ട് ആകാശത്തിലെ പോയിട്ട് ഈലെ വന്നിട്ട് മയക്കായി അയ്മാട് കെട്ടി. അങ്ങനെ ഉണ്ടോ അയ്മ ചൊല്ലി പാറിന് വേറെ ആളല്ലേ, നിങ്ങളോട് തന്നെ ഉണ്ടായാലല്ലേ. എന്താക്കുന്ന ഇനി എന്താക്കിയിട്ടൊന്നില്ല, പെരക്കെത്തിട്ടാകുമ്പോ അടിമ പോലെ ജീവിക്കുന്ന കാലം. അങ്ങനെ ഒന്നും വേണ്ട. എന്നാലും എന്താക്ക കുറച്ചല്ലോ പറയുന്നതിനെ കേൾക്കാം. ഈ കേൾക്കാത്തതിനോണ്ടാണ് കൂടെ വന്നിട്ട് അല്ലേ അല്ലെ. ഓർക്കെടെങ്കിലും വിഷയം പറയാൻ ആളെ കിട്ടണം. കേട്ടിട്ടില്ലെങ്കിൽ രക്ഷക്കാരനാ, ഓട്ടോ ഡ്രൈവറാ, ആരോ കിട്ടിയ ആള് കേൾക്കുന്ന ആളെ കൂടെ ഓർ പോകുന്നുള്ളതാണ്. അതാണ് പെണ്ണിന്റെ സൈക്കോളജി. അങ്ങനെയാണ്. ഓർക്ക് കുറെ ചൊല്ലണം. പണ്ടത്തെ കഥ, ഇപ്പത്തെ കഥയും അതിന്റെ ഷോർട്ട് കട്ടിൽ തീർക്കാനും അറിയാം. ഇതിങ്ങനെ ജർക്ക് ഇട്ട് സ്റ്റാർട്ട് ആവാൻ കാമണിക്കൂറാണ്. നമുക്ക് സബൂറുണ്ടാ? സബൂർ ഇല്ലെങ്കിലും കുറച്ച് കേട്ടിട്ടില്ലെങ്കിൽ ഓളെ സബൂർ ഉള്ളതെല്ലാം പോയിട്ട് വേറെ എന്തെല്ലാം അനർത്ഥാവാൻ സാധ്യതയുണ്ട്. അല്ലാഹു തആല കാത്ത് സലാമത്താക്കട്ടെ. അപ്പൊ ഏതായാലും നമ്മൾ തവക്കുലാക്കണം, തഖ്വയുണ്ടാകണം. അല്ലാഹുവിന് ഇഷ്ടമാണ്. മറ്റൊന്ന് അസ്സബ്റു വല്ലാഹു യുഹിബ്ബുസ് സ്വാബിരീൻ. ആൽ ഇംറാനിലെ 146ാമത്തെ ആയത്താണ്. റബ്ബിന് ക്ഷമയുള്ളവരെ ഇഷ്ടമാണ്. നല്ലോ